ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേലിനുമേൽ ശക്തമായ സമ്മർദ്ദം വേണമെന്ന് ഹമാസ്. നിരായുധീകരണം ചർച്ച ചെയ്യാൻ ഒരുക്കമാണെന്നും ഹമാസ് അറിയിച്ചു. 24 മണിക്കൂറിനിടെ ഒരു കുഞ്ഞുൾപ്പെടെ 7 പേർ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അറബ് മുസ്ലിം രാജ്യങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഗസയിലെ ഇടക്കാല സർക്കാരിൽ നിന്ന് അകന്നു നിൽക്കാൻ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ. ഈ മാസം 29-ന് ട്രംപും നെതന്യാഹുവും നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര സേനാ വിന്യാസവും ചർച്ചയാകും. ഗസയിൽ പോഷകാഹാരക്കുറവ് 10,000-ഓളം കുഞ്ഞുങ്ങളെ ബാധിച്ചതായി യൂണിസെഫ് അറിയിച്ചു. ജെറൂസലമിൽ യുണർവ ഓഫീസിന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ UN പ്രതിഷേധിച്ചു. MCA നാസർ ചേരുന്നുണ്ട്. MCA, രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഇതുവരെ എവിടെ എത്തി നിൽക്കുന്നു ചർച്ചകൾ? എല്ലാ ആവശ്യങ്ങളും ട്രംപ് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ സാധ്യമാകാനാണ് സാധ്യത കാണുന്നത്? ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഇതിന് ഏതാണ്ട് ഇപ്പോൾ ഈ വെടിനിർത്തൽ 2 മാസത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിർണായകമായിട്ടുള്ള രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായിരിക്കുന്നത്. ഈ മാസം 29-നാണ് വൈറ്റ് ഹൗസിൽ ട്രംപും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗസയിലൊരു യുദ്ധാനന്തര സർക്കാർ രൂപവൽക്കരണം, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം, ഭാവി യുദ്ധാനന്തര ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രധാനമായിട്ടുള്ള ട്രംപും അതോടൊപ്പം തന്നെ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വരാൻ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഹമാസ് തങ്ങളുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ഇന്ന് നടത്തിയിരിക്കുന്നത്. അതായത് ഈ നിലയ്ക്കാണ് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും അതിനോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം 2 മാസത്തിൽ എത്തി നിൽക്കുന്ന ആദ്യഘട്ട വെടിനിർത്തലിന്റെ ഓരോ സമയത്തും ഇസ്രായേൽ അത് ബോധപൂർവം തന്നെ അത് ലംഘിക്കാനും നിരവധി പലസ്തീനികളെ കൊന്നൊടുക്കാനുമാണ് തുനിഞ്ഞത്. ആ നീക്കം തന്നെയാണ് തുടരുന്നതെങ്കിൽ ഈ രണ്ടാം ഘട്ട ചർച്ച കൊണ്ട് യാതൊരു കാര്യവുമില്ല. അത്തരമൊരു ചർച്ചയെ സംബന്ധിച്ച ചില പുനരാലോചനകൾ ആവശ്യമായി വരും എന്നാണ് ഇപ്പോൾ ഹമാസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇതിനകം ഈ 2 മാസത്തിനുള്ളിൽ 700-ലധികം തവണയാണ് ഇസ്രായേൽ ഈ വെടിനിർത്തൽ ലംഘിക്കുകയും ഏതാണ്ട് 370-ഓളം വരുന്ന പലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യവും ഈ വെടിനിർത്തൽ കാലയളവിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. 1000-ഓളം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ മറ്റു വാഗ്ദാനങ്ങളൊക്കെയും അത് നടപ്പാക്കാനുള്ള ഒരു താല്പര്യവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. റഫ അതിർത്തി തുറന്നിട്ടില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ ട്രക്കുകൾ ഗസയിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് നടന്നിട്ടില്ല. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അക്കാര്യവും നടന്നിട്ടില്ല. എല്ലാ അർത്ഥത്തിലും ഈ ആദ്യഘട്ട വെടിനിർത്തൽ പലസ്തീൻ താല്പര്യങ്ങളെ ഗുരുതരമായി തന്നെ ഹനിക്കുന്നൊരവസ്ഥയാണുള്ളത്. പേരിന് മാത്രമാണ് ഈ വെടിനിർത്തൽ നിലനിൽക്കുന്നത്. പക്ഷെ നിരന്തരം അത് ലംഘിക്കുകയും യെല്ലോ ലൈൻ മറികടന്നുകൊണ്ടുള്ള ആക്രമണം ഒരു നിത്യ സംഭവമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ, വളരെ മൂർത്തമായിട്ടുള്ള ചില ഉറപ്പുകൾ തങ്ങൾക്ക് വേണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളോടും അമേരിക്കയോടും ഇന്ന് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടുള്ള ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും പ്രതികരണം നോക്കി മാത്രമായിരിക്കും തുടർ നീക്കങ്ങളുമായിട്ടുള്ള സഹകരണം എന്നുകൂടി ഹമാസ് നേതൃത്വം മധ്യസ്ഥ രാജ്യങ്ങളെയും അമേരിക്കയെയും അറിയിച്ചിട്ടുണ്ട്. ധന്യ.